എസ് സമിതിയുടെ വളർത്തുമകൾ സുനിത ഇനി അനാഥയല്ല, സുബിന്റെ സ്വന്തമാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കൊട്ടിയം എസ് സമിതി അഭയകേന്ദ്രത്തിൽ കൊല്ലം കുണ്ടറ കേരളപുരം ഇടവെട്ടം സ്വദേശി സുബിന്റെയും സുനിതയുടെയും വിവാഹം നടന്നത്. 2000-ലാണ് സുനിത എസ് സമിതിയിൽ എത്തുന്നത്. കൊല്ലം വടക്കുഭാഗം പള്ളിക്കട സ്വദേശിയായ സുനിത പിതാവിന്റെ മരണശേഷം അമ്മയ്ക്കൊപ്പമായിരുന്നു. അന്നത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പരേതനായ മാർട്ടിൻ ഗോമസിന്റെ നേതൃത്വത്തിലായിരുന്നു 2 വയസ്സിൽ സുനിതയെ എസ് സമിതിയിൽ എത്തിച്ചത്. സുനിതയുടെ ബാല്യവും കൗമാരവുമെല്ലാം ഇവിടുത്തെ അന്തേവാസികളുടെയും ജീവനക്കാർക്കും ഒപ്പമായിരുന്നു. കല്യാണപ്രായമായതോടെ വിവാഹം നോക്കുകയായിരുന്നു മാനേജിംഗ് ട്രസ്റ്റിയായ ഫ്രാൻസിസ് സേവ്യർ. ഈ സമയത്താണ് കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി നോക്കിയിരുന്ന നഴ്സ് എസ് സമിതിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത്. മുൻപ് ജോലി ചെയ്ത ആശുപത്രിയിൽ ഇവർക്കൊപ്പം ജോലി ചെയ്തയാളായിരുന്നു സുബിൻ. സുബിനോട് നഴ്സ് സുനിതയെക്കുറിച്ച് സംസാരിച്ചതിൽ സുബിൻ അമ്മയുമായി എത്തി സുനിതയെ കണ്ട് ഇഷ്ടപ്പെടുകയും വിവാഹത്തിലേക്ക് കടക്കുകയുമായിരുന്നു. വധുവിന് ആവശ്യമായ വസ്ത്രം, ആഭരണം, തുടർ ജീവിതത്തിനായി തയ്യൽ മെഷീൻ, വീട്ടാവശ്യത്തിന് ഫ്രിഡ്ജ് എന്നിവയും വിഭവസമൃദ്ധമായ സദ്യയുമടക്കം നടത്തിയായിരുന്നു വിവാഹം നടത്തിയത്. അന്തേവാസികളും ജീവകാരുണ്യ പ്രവർത്തകരും ജീവനക്കാരും കുടുംബങ്ങളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.